ദക്ഷിണേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടൊരു പുതിയ യുദ്ധഭീഷണി ഉയരുകയാണ്. സിന്ധു നദിയിലെ ജലം കേവലം 2 രാജ്യങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു പ്രകൃതി വിഭവമല്ല, മറിച്ച് ദക്ഷിണേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു ആയുധം കൂടിയാണ് എന്ന് കാലം തെളിയിക്കുകയാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം സങ്കീർണമായൊരു ജലപ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി താൽക്കാലികമായി റദ്ദാക്കിയിട്ട്, അതായത് കംപ്ലീറ്റ് എബയൻസിൽ നിഷ്ക്രിയ അവസ്ഥയിലേക്ക് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ 700-ലധികം ദിവസങ്ങൾ പിന്നിട്ടു. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ ഭരണകൂടം ഇനിയും തയ്യാറാകുന്നില്ല എന്നതിന്റെ തെളിവാണ് അവിടെ നിന്നും ഉയരുന്ന പുതിയ യുദ്ധഭീഷണികൾ. കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വന്നാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് മടിക്കില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് ഈ ജലയുദ്ധത്തിന് പിന്നിലെ യഥാർത്ഥ കഥ? നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു അന്താരാഷ്ട്ര നദീജല കരാറായിട്ടാണ് 1960-ൽ ഒപ്പുവെക്കപ്പെട്ട സിന്ധു നദീജല കരാർ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 3 വലിയ യുദ്ധങ്ങൾ നടന്നിട്ടും കടുത്ത അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടായിട്ടും തകരാതെ നിന്ന് ഈ ഒരു കരാറിന്റെ അടിത്തറ ഇളക്കിയത് പാകിസ്ഥാന്റെ നിരന്തരമായ ഭീകരവാദ നിലപാടുകളാണ്. 2025 ഏപ്രിലിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടുത്ത ഒരു തീരുമാനമെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരവാദവും സമാധാന ചർച്ചകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യ നൽകിയത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് സിന്ധു നദിയിലെ ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഈ കടുത്ത നിലപാടിന്റെ ആവർത്തനമാണ്. ഈ ആഴ്ച നടന്ന UNHRC യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ യോഗത്തിലും ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞു, ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കരാറിന്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല. 1960-ലെ കരാർ ഇപ്പോൾ തികച്ചും ഔട്ട്ഡേറ്റഡ് ആണ്. ഇന്ത്യയുടെ ഈ കർശനമായ നയതന്ത്ര പ്രതിരോധം പാകിസ്ഥാന്റെ കാർഷിക മേഖലയും സമ്പദ് വ്യവസ്ഥയും പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാന്റെ കൃഷിയുടെ 90% ഈ ഒരു സിന്ധു നദീതടത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നിലവിൽ പാകിസ്ഥാന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കടുത്ത ജലക്ഷാമത്തിലാണ്. സിന്ധ് പ്രവിശ്യയിലെ ജലസേചന വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ കേട്ടാൽ ശരിക്കും ഞെട്ടും. അവിടുത്തെ പ്രധാന കനാലുകളായ നോർത്ത് വെസ്റ്റ് കനാലിൽ 64.1%, ദാദു കനാലിൽ 82%മാണ് ജലത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ജീവനാഡിയായ സുക്കൂർ ബാരേജിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിലാണ് താഴ്ന്നിരിക്കുന്നത്. കറാച്ചി പോലുള്ള വൻ നഗരങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുകയാണ്. കനാൽ ശൃംഖലകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി വറ്റിവരേണ്ട നിലയിലാണ്. ഈ ജലക്ഷാമം രാജ്യത്തിനകത്ത് വലിയ ആഭ്യന്തര കലഹങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. തങ്ങളുടെ വെള്ളം മുകളിലുള്ള പഞ്ചാബ് പ്രവിശ്യ കവർന്നെടുക്കുകയാണ് എന്ന് സിന്ധ്, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ ജനങ്ങൾ പരസ്യമായി ആരോപിക്കുന്നു. അതായത് ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുൻപ് അവർ തമ്മിൽ അടിച്ചു പിരിയാൻ പോകുന്ന അവസ്ഥയാണ്. ഈ ഒരു പുകയുന്ന ആഭ്യന്തര പരാജയങ്ങളും ജനരോഷവും മറച്ചുവെക്കാനാണ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പുതിയ യുദ്ധപ്രഖ്യാപനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളുടെ വാട്ടർ സെക്യൂരിറ്റി അപകടത്തിലായാൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടിക്ക് മടിക്കില്ല എന്നാണ് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇന്ത്യ ജൂൺ 2028 സിന്ധു നദിയിലെ വെള്ളം പൂർണ്ണമായും നിർത്താൻ പോവുകയാണ് എന്നും അതിനെതിരെ യുദ്ധം ചെയ്യുമെന്നുമാണ് ഇവരുടെ വാദം. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭ്യന്തര തകർച്ചയിലും ഉലയുന്ന വിദേശ കടത്തിലും പണപ്പെരുപ്പത്തിലും മുങ്ങിത്താഴുന്ന പാകിസ്ഥാന് ഇന്ത്യയെ പോലെ ഒരു വൻ ശക്തിയോട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല എന്നത് ഒരു നഗ്ന സത്യമാണ്. ആധുനിക യുദ്ധങ്ങൾ കേവലം വാചകങ്ങൾ കൊണ്ട് മാത്രമല്ല, ശക്തമായ സാമ്പത്തിക അടിത്തറ കൊണ്ടാണ് നയിക്കപ്പെടുന്നത്. ഖ്വാജ ആസിഫ് തന്നെ അഭിമുഖത്തിൽ സമ്മതിക്കുന്നുണ്ട്, കഴിഞ്ഞ 1 വർഷമായിട്ട് ഇന്ത്യ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന കൃത്യമായൊരു ഡേറ്റ പോലും അവരുടെ പക്കലില്ല എന്ന്. ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള വെറും ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണിത്. മറുഭാഗത്ത് ഇന്ത്യ തങ്ങളുടെ നയതന്ത്രവും സാങ്കേതികവുമായ മേധാവിത്വം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്നും ഒഴുകുന്ന ജലം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള വിപുലമായ പദ്ധതികളാണ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ഏതാണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഷെന ബിയാസ് ടണൽ പദ്ധതിയിലൂടെയും നദീജലം തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ തന്നെ തടഞ്ഞു നിർത്താനും തിരിച്ചുവിടാനും ഇന്ത്യക്ക് സാധിക്കും. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, പഞ്ചാബ് അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജലസേചനത്തിലും അതുപോലെ ഊർജ്ജ ഉൽപാദനത്തിനുമായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നതോടെ പാകിസ്ഥാനിലേക്കുള്ള ജലലഭ്യത ഇനിയും ഗണ്യമായി കുറയും. ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ ഭാഗമായാണ് ഈ വാട്ടർ സ്ട്രൈക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ ഭരണകൂടം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ജലക്ഷാമത്തിനുള്ള പരിഹാരം അതിർത്തിയിൽ യുദ്ധം പ്രഖ്യാപിക്കലല്ല, മറിച്ച് ഭീകരവാദത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തലാണ് എന്നാണ്. ഇന്ത്യ പറഞ്ഞതുപോലെ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല.
ഭീകരവാദ താവളങ്ങൾ തകർക്കുകയും അയൽ രാജ്യങ്ങളുമായിട്ട് സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തുകയും ചെയ്താൽ മാത്രമേ ഇത്തരം അന്താരാഷ്ട്ര കരാറുകൾ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. വാചകങ്ങൾ കൊണ്ട് സ്വന്തം ജനതയുടെ ദാഹം മാറ്റാനോ കാർഷിക മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനോ പാകിസ്ഥാന് കഴിയില്ല. വരും ദിവസങ്ങളിൽ ഈ ജലപ്രതിസന്ധി ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികൾക്ക് കാരണമായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.